നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ നരബലി. ഒരുപാട് നാളുകൾ അതിന്റെ വാർത്തകൾ നമ്മൾ കേട്ടു. നമ്മളെന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മളൊക്കെ പേടിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ഒരു സിനിമ റിലീസാവാൻ പോവാണ്. ആ ഒരു സിനിമയുടെ പേര് കിരാത. അപ്പൊ ഈ ഒരു സിനിമയുടെ പോസ്റ്ററും അതിന്റെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നരബലി ഓർമ്മ വരും. അപ്പോൾ ഇതിന്റെ ഒരു പ്രൊമോഷൻ സമയത്തൊക്കെ ഇതിന്റെ അണിയറ പ്രവർത്തകരും ഇതൊരു നടന്ന സംഭവം ബേസ് ചെയ്തിട്ടാണെന്ന് അവരൊരു ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഏകദേശം ഈ ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ ഡയറക്ടർ റോഷൻ, അദ്ദേഹം പത്തനംതിട്ടക്കാരൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ഇതൊക്കെ ഈ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെയായിരിക്കും ആ ഒരു സിനിമ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിനിമ കുറച്ച് നാളുകളായിട്ട് ചർച്ചയിലുണ്ട്. ഇപ്പൊ മാർച്ച് 27-നാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത്. അപ്പോൾ MR ഗോപകുമാർ, ചെമ്പിൽ അശോകൻ, തുളസീദാസ്, ദിനേശ് പണിക്കർ, ഡോക്ടർ രജത് കുമാർ, രാജ്മോഹൻ, അരിസ്റ്റോ സുരേഷ്, ഇടത്തൊടി ഭാസ്കരൻ, നീന കുറുപ്പ്, ജീവ നമ്പ്യാർ, വൈഗ റോസ്, സച്ചിൻ പാലപ്പറമ്പിൽ, അൻവർ, അമൃത്, ഷമീർ, ബിൻ കരീം റാവുത്തർ, മിന്നു മെറിൻ, അതുല്യ നടരാജൻ, ഷിക മനോജ്, ആൻ മേരി തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ MR ഗോപകുമാർ നമുക്കറിയാം, അദ്ദേഹം ഒരു ഒറ്റ സിനിമ മതി, വിധേയ എന്നുള്ള സിനിമ മാത്രം മതി. അദ്ദേഹം ഒരു 40 വർഷമായി അദ്ദേഹം എന്താ പറയുക, സീരിയൽ രംഗത്ത് അദ്ദേഹം പറഞ്ഞ 40 വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അഭിനയ രംഗത്ത് ഒരു 50 വർഷം, നാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് ആ കളരി നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു സിനിമയെ നോക്കി കാണുന്നത്. പിന്നെ ഒരുപാട് പുതിയ പറഞ്ഞ പോലെ മോഡലിങ്ങും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഈ ഒരു സിനിമയിൽ കൊണ്ട്. എടത്തൊടി ഭാസ്കരൻ എന്ന് പറയുന്ന നിർമ്മാതാവ്, അദ്ദേഹം ബഹ്റൈനിലുള്ളതാണ്. അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയിലെ ഒരു വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടത്തൊടി ഫിലിംസ് എന്നാണ് ആ ബാനറിന്റെ പേര്. പിന്നെ ഇതില് ക്യാമറയും എഡിറ്റിങ്ങും ഡയറക്ഷനും ഈ റോഷൻ കോന്നി, അതാണ് അദ്ദേഹത്തിന്റെ ടൈറ്റിലുള്ള പേര്. അപ്പോൾ എഡിറ്റിങ്ങും ക്യാമറയും കൂടി സംവിധാനം തന്നെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒരു എന്താ പറയുക, അതിലൊരു എന്താ പറയുക, ഭയങ്കര ക്രിസ്പായിരിക്കാം ആ ഒരു സിനിമ. ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം എടുക്കുള്ളൂ. പിന്നെ ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് ഈ സംവിധായകനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഈ പറയുന്ന MR ഗോപകുമാർ സാറ് ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു പണ്ടൊരു ലോഹിദാസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഒരു കഥയെ കുറിച്ചായാലും സംവിധാനത്തെ കുറിച്ചായാലും ഒരു അറിവൊക്കെ എനിക്കൊരു ലോഹിദാസിനെയാണ് ഓർമ്മ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഡയറക്ടറുടെ വൈഫ് തന്നെയാണ്, ജിറ്റ ബഷീർ. പിന്നെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കലേഷ് കുമാർ, ശ്യാം അരവിന്ദ്, പിന്നെ മ്യൂസിക് സജിത് ശങ്കർ, പ്രൊഡക്ഷൻ കൺട്രോൾ സജിത് സത്യൻ, PRO അജയ് തുണ്ടത്തിൽ. പിന്നെ എടത്തൊടി ഫിലിംസ് ആണ് ഇത് ഡിജിറ്റൽ തിയേറ്ററുകളിൽ ഈ സിനിമ എത്തിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ 27-ന് നമ്മളൊരു വെക്കേഷൻ സമയമാണ് ഈ ഒരു സിനിമ വേണം. അപ്പൊ നമ്മുടെ ബിഗ് ബോസിലൂടെയൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നായികന്മാരെ ഡോക്ടർ രജത് കുമാറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സിനിമയാണ്, എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണെന്നാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും 27 നമുക്ക് ആ ഒരു സിനിമ കണ്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ പറഞ്ഞ നരബലിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിനെക്കുറിച്ചുള്ള വാർത്ത, അതിന്റെ വിചാരണയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കോടതിയിലെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ നമുക്ക് എന്തായാലും നോക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ നമ്മൾ ഇവര് എങ്ങനെയൊക്കെയാണ് ഇവർ ഇതിനെ ഒരു ഫിക്ഷൻ ആക്കി, റിയാലിറ്റി ഫിക്ഷൻ കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ട് ഒരു സിനിമ രൂപത്തിലാക്കിയിട്ടുള്ളതും കൂടി നമുക്ക് എന്തായാലും കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം.